മൂവാറ്റുപുഴയിലെ CPM നേതാവ് MJ ഫ്രാൻസിസിനെതിരെ വിദ്വേഷ പ്രചാരണത്തിന് കേസ്. മൂവാറ്റുപുഴ പോലീസാണ് കേസെടുത്തത്. മതവികാരം വ്രണപ്പെടുത്തുന്ന ഫേസ്ബുക്ക് കമന്റാണ് വിവാദമായത്. രാഗിനാണ് വിവരങ്ങളുമായുള്ളത്. രാഗിൻ, KT ജലീലിൻ്റെ ഒരു പ്രസ്താവനയെ തുടർന്ന് CPM-ന്റെ ഏരിയ കമ്മിറ്റി അംഗം തന്നെ ഇങ്ങനൊരു പോസ്റ്റ് ഇടുക, തുടർന്ന് പാർട്ടി നിർബന്ധിച്ചതിനെ തുടർന്ന് അദ്ദേഹം അത് ഡിലീറ്റ് ചെയ്യുക. പക്ഷേ ഇപ്പോൾ കേസായിരിക്കുന്നു. വളരെ ഗൗരവ സ്വഭാവത്തിലുള്ള ഒരു ഹെയ്റ്റ് ക്രൈം അതിൽ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. അപ്പോൾ ഉത്തരവാദപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവ് തന്നെ ഇക്കാര്യത്തിൽ പ്രതിയാവുന്ന സാഹചര്യവുമാണ്. പോലീസ് എന്ത് ആക്ഷനാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്? സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ദിവസമാണ് മൂവാറ്റുപുഴ ഏരിയ കമ്മിറ്റി അംഗവും ആവോലി LC സെക്രട്ടറിയുമായിട്ടുള്ള MJ ഫ്രാൻസിസ് ഒരു പരാമർശം നടത്തിയത്. അത് ഫേസ്ബുക്കിൽ മറ്റൊരാളുടെ പോസ്റ്റിന് താഴെയുള്ള കമൻറ്റിലാണ് ഈ പരാമർശം ഉണ്ടായത്. മതവികാരം വ്രണപ്പെടുത്തുന്ന ഒരു കമൻറ്റാണ് അദ്ദേഹം നടത്തിയത്. മുസ്ലിം കമ്മ്യൂണിറ്റിക്കെതിരെയുള്ള വിദ്വേഷ പരാമർശമായിരുന്നു അത്. വലിയ തോതിൽ തന്നെ അത് ചർച്ചയായിരുന്നു. ആ സംഭവത്തിലാണ് ഇപ്പോൾ മൂവാറ്റുപുഴ പോലീസ് കേസെടുത്തിരിക്കുന്നത്. BNS സെക്ഷൻ 192 പ്രകാരമാണ് കേസ്. അതായത് ഇത്തരത്തിൽ മതവികാരം വ്രണപ്പെടുത്തുന്ന രീതിയിൽ പ്രവർത്തിച്ചു. അതോടൊപ്പം തന്നെ കലാപം ഉണ്ടാക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി ബോധപൂർവം ഇത്തരത്തിലുള്ള ഒരു പ്രകോപനം തീർക്കുന്ന രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു എന്നതാണ് ആ വകുപ്പ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇതിൽ CPM ഇദ്ദേഹത്തോട് വിശദീകരണം ചോദിച്ചിരുന്നു. മാത്രമല്ല, ഈ സംഭവം വിവാദമായതിന് പിന്നാലെ സമൂഹ മാധ്യമങ്ങളിൽ തന്നെ അദ്ദേഹം ക്ഷമാപണം നടത്തുകയും ഈ പോസ്റ്റ് പിൻവലിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അതിനുശേഷം അക്കൗണ്ട് ലോക്ക് ചെയ്യുന്ന അടക്കമുള്ള കാര്യങ്ങളും ഒക്കെ ഉണ്ടായി. പക്ഷേ വലിയ തോതിൽ തന്നെ ഇത് ചർച്ചയായിരുന്നു. SDPI അടക്കം നൽകിയിട്ടുള്ള പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നതെന്നാണ് വ്യക്തമാകുന്നത്. തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് മൂവാറ്റുപുഴ പോലീസ് അറിയിച്ചിട്ടുണ്ട്.